ഗുഡ് മോർണിംഗ് ഗൈസ്. വട്ടവട ഡേ 2 വ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ 5:45. ഞാൻ നല്ലൊരു കിടില ഇൻട്രോ ഒക്കെ എടുത്തിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേരി. പിന്നെ നോക്കിയപ്പോൾ കണ്ട് സ്ലോ പോലെ എടുത്തത്. അപ്പോൾ ഒന്നുമില്ല, രാവിലെ എന്താ പറയുക, ട്രിപ്പ് എന്ന രാവിലത്തെ നേരത്തെ എനിക്ക് എന്താ അറിയില്ലേ, ട്രക്കിങ് ഭയങ്കര മോർണിംഗ് വ്യൂ നല്ല രസമാണ്. കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോനെ ഭയങ്കര തണുപ്പുണ്ട്. നമ്മളെ കൂടുതൽ ഭയങ്കര സീനിയോറിറ്റി ഉള്ള ട്രിപ്പറാണ്. ഇദ്ദേഹം കാണാത്ത സ്ഥലങ്ങളില്ല, മുക്കില്ല, മൂലകളില്ല ഇപ്പൊ കേരളത്തിൽ. ബ്രദർ എന്തെങ്കിലും പറയണ്ട എൻ്റെ ശ്രോതാക്കളോട്? സന്തോഷം, സമാധാനം, ഹൈറ്. പുള്ളി നല്ല കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ ചോദിക്കുക എന്തെൻ്റെ സൗണ്ട് പോയതൊന്നും. ഇന്നലെ ഞാനിവിടെ നിന്നതിൻ്റെ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ പാടുകൊണ്ട് എല്ലാവരും കൊണ്ട് പാട്ട് പാടി വെച്ച് സൗണ്ടൊക്കെ പോയി. വേറെ അങ്ങേറ്റ എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ. നല്ലതേ പറയൂ. അപ്പോൾ 5:45 ട്രക്കിങ്ങിന് എണീറ്റിട്ടുണ്ട്. ചൂട് കട്ടക്കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ വറക്കുന്നുണ്ട്. ബാക്കി ട്രക്കിങ്ങിൽ കാണാം. എന്തായാലും നിൽക്കുക. എൻ്റെ കൈമിൽ ചോപ്പ് ഇതിനാണ് 5:45 എണീറ്റത്. ഇതിന് മാത്രമല്ല കേട്ടോ ഇങ്ങോട്ട് കഴിഞ്ഞില്ല. ട്രക്കിങ്ങിന്റെ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ സിനിമാറ്റിക് അല്ലേ, വൈകിട്ട് എടുക്കണ്ടേ, നമുക്ക് രസം നോക്കാം. അങ്ങനെ എന്തിനാ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ട്രക്കിങ് കഴിഞ്ഞെത്തിയ സ്ഥലം ഇവിടെയാണ്. സ്ട്രോബെറി തോട്ടം. നമുക്ക് കുറച്ച് സ്ട്രോബെറി അധികം വാങ്ങണം വീട്ടിലേക്ക്. മമ്മി പറഞ്ഞിട്ടുണ്ട് സ്ട്രോബെറി ഉണ്ടെങ്കിൽ മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത് മൊറയൂര്. അങ്ങനെ സോറി, മറയൂര്. ഇവിടെ ക്യാമറ തിരിഞ്ഞെടുക്കണേ. ഇവിടെ കൊടൈക്കനാല്. അവിടെ എന്താ, അവിടെ മൂന്നാറ് ബ്രോ ആണ്. നമുക്ക് നമ്മളിവിടെ വന്നപ്പം തോന്നി രാവിലെ വന്നപ്പോൾ. ഹൗ ഡു യു ഫീൽ ടുഡേ? വെരി ഗുഡ്, നൈസ്, സൂപ്പർ അല്ലേ? സൂപ്പർ, ഒന്നും പറയല്ല. സൂപ്പർ. നമ്മൾ പട്ടീനൊക്കെ കൂട്ടി വന്ന്, നമ്മളെ കിട്ടുവിനൊക്കെ കൂട്ടി വന്ന് രാവിലെ 5:30 ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 7:05. നമ്മളെ ടീം ഫുൾ ടീം കാണേണ്ട മലയുണ്ട്. ദാറ്റ് മല കണ്ടോ? ആ മലയാണ്. ഒന്നുമില്ല, ഒരു മല വെച്ചാൽ ഇത് നമ്മളൊരു എല്ലാ മലേൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. അപ്പം അതിനോണ്ട് ഇവിടെ വെയിലെത്തൂല. അതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ്. നമ്മൾ പിള്ളേര് സ്ട്രോബെറി തോട്ടത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. സുഹൃത്തുക്കൾ, നമ്മള് മൈലുകൾ താണ്ടി നമ്മളെ സ്ട്രോബെറി തോട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് ഫ്രഷ് സ്ട്രോബെറി കിട്ടുമെന്ന് പറഞ്ഞു. ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. എനിക്ക് അവിടെ നേരത്തെ കിട്ടി, ഞാൻ വെച്ചതാട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു പുളിയൊക്കെ പ്രതീക്ഷിച്ചു. പുളിയൊന്നുമില്ല, ആലമ്പ് പുളിയൊന്നുമില്ല അല്ലേ? ഗുഡാണ്, നല്ല സാധനങ്ങളാണ്. നമുക്ക് തോനെ പർച്ചേസ് ചെയ്യണം. എല്ലാവർക്കും നാട്ടിലത്തെ എല്ലാവർക്കും വാങ്ങി കൊണ്ടുപോകണം. എനിക്കിഷ്ടമായി ബേസിക്കലി തോട്ടം ഇഷ്ടം. ഇതിന്റെ പരിപാടി ഇങ്ങനെ വരുന്ന വെച്ചാൽ ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരു നേരം അവിടെ കൊണ്ടിട്ട് അടുത്ത് നടും. അത് കാണിച്ചു കൊടുക്കണം. അവിടെ നടും. അത് ഇതിന്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ അടുത്തല്ല. ഇതിങ്ങനെ 3 മാസം കൂടുമ്പോഴാണ് ഇതിന്റെ പരിപാടി വരുന്നത്. മഴ ഇതാ ഫുള്ള് നശിച്ചു പോകും കഴിച്ചു. അപ്പോൾ ഇത് വിളവെടുത്ത അർത്ഥം അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ പരിപാടി അതാണ് സ്ട്രോബെറിന്റെ പരിപാടി. അപ്പുറത്ത് പരിപ്പിനെന്തോ പരിപ്പല്ല, എന്ത് പരിപ്പ്? തൂവരപ്പരിപ്പ്. എന്റെ ഉമ്മ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് എന്താ സാധനം ചോദിച്ചതാണ്. തൂവരപ്പരിപ്പ് ഉമ്മ അവിടുന്ന് ഉണ്ടാക്കുന്നത്. കാണിച്ചു നോക്കടാ, തൂവരപ്പരിപ്പ്. അപ്പൊ ഇവിടുന്ന് വരുന്ന ഓക്കെ
ഇവിടുന്ന് വരുന്ന തൂവരപ്പരിപ്പാണ് നമ്മളെ നാട്ടില് ചാലത്ത് ബ്രദർ സൂപ്പർ മാർക്കറ്റിലെത്തുക. അവിടുന്നാണ് നമ്മളെ വീട്ടിലെത്തിക്കല്. അപ്പൊ ഞാൻ ഇവിടുന്ന് സാധനം ബുക്ക് ചെയ്തില്ല. അങ്ങനെ കഴിച്ച് 2 ദിവസത്തെ നമ്മളുടെ ഈ ഒരു ക്യാമ്പ് ഇവിടുന്ന് അവസാനിച്ചിരിക്കുകയാണ്. അവസാനം നമ്മൾ ഇവിടെ വാങ്ങുകയാണ്. ഞാനും അമ്മ ഷവലൊക്കെ വൈൻഡപ്പാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വളരെ ഓർമ്മകൾ സംസാരിക്കാൻ വാക്കില്ല. നമ്മൾ ബോസിനെ കൊണ്ട് 2 വാക്കുകൾ പറയിപ്പിക്കാം. ബോസ്, നമ്മളിത്ര മനോഹരമായ ഒരു അടിപൊളി പരിപാടി സംഘടിപ്പിച്ചതിൽ എങ്ങനെ നന്ദി പറഞ്ഞറിയാം. നമ്മളെ ടീമിനെ കുറിച്ച് 2 വാക്ക് പറയോ? പത്തേമാരി ഈ ഒരു ടീമും അടിപൊളി ടീമായിരുന്നു. നമ്മുടെ ക്യാമ്പിന്റെ ടീം സെറ്റായി തന്നെ ക്യാമ്പ് പകുതി തുടക്കത്തിലേ കാണാവും. നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. താങ്ക് യു. അങ്ങനെ ദിവസം കൂടുതൽ വീട് വാങ്ങണം. അവിടെ പട്ടി സാറിന് ഇനി പട്ടി സാർ വേറെ മൂഡിലാണ് കാണിക്കില്ല. അങ്ങനെ ഞങ്ങൾ പോവാണ്. ബൈ.